തണുത്ത രാത്രി. ഭാരതി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കിള്ളിപ്പാലം കഥകൾ എന്ന സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു കഥ തണുത്ത രാത്രി. ഒരു ഉദ്യോഗമുണ്ട് എന്ന് പുറത്തു പറയുമ്പോൾ രാമന് പ്രൗഢിയാണ്. പക്ഷേ എന്തുദ്യോഗമെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ അവന് പരുങ്ങും. ആശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിക്കുന്നത് പെൺകുട്ടികൾക്ക് ചേർന്ന പണിയാണ് എന്ന് ആ ഉപരിപഠന ശാഖ എടുക്കുമ്പോൾ തന്നെ പലരും അവനോട് പറഞ്ഞിരുന്നു. അപ്പോഴൊന്നും അവനത് കാര്യമാക്കിയിരുന്നില്ല. ശമ്പളം കൈനീട്ടി മേടിക്കുമ്പോൾ നീ എല്ലാം മറക്കും. കൂട്ടുകാരിയുടെ ആ വാചകമാണ് അവന് ഏറെ ആശ്വാസകരമായത്. അവിടെ വന്ന് വിട്ടിട്ട് ആഴ്ചകളേറെയായി. അവൻ ആ ഭൗതിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവിടെ ആണായി അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടെയുള്ള പെൺകുട്ടികളുടെ കാൽമുട്ടുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണത്തെ ഇടം കണ്ണിട്ട് നോക്കുമ്പോൾ അവന് മുമ്പ് വായിച്ചിരുന്ന രതിപുസ്തകങ്ങളിലെ സാഹചര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അന്ന് ആദ്യമായിട്ടാണ് അവന് രാത്രി ജോലി കിട്ടുന്നത്. കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ നിലയിലെ 12 മുറികളുടെ ചുമതല അവർക്കായിരുന്നു. 9:30 പ്രധാന വൈദ്യർ വന്ന് രോഗികളെ നിരീക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞിരുന്നു. ഇനി ഇടയ്ക്കിടെ ആളുകൾ ആവശ്യപ്പെടുമ്പോൾ ചെല്ലുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. ഒച്ച പുറത്തു വരാത്ത രീതിയിൽ അവർ ഇരുവരും വളരെ പതിഞ്ഞ സ്വരത്തിൽ ഓരോന്നും ഇടയ്ക്കിടെ സംസാരിച്ചിരുന്നു. ഇടയ്ക്കൊക്കെ രാമൻ്റെ കണ്ണുകൾ അടയുവാൻ ഭാവിച്ചു. കോട്ടുവായിടുന്ന അവൻ്റെ മുഖത്ത് സഹതാപത്തോടെയും ഒപ്പം പരിഹാസച്ചിരിയോടെയും നോക്കിയിരിക്കുകയായിരുന്നു കൂട്ടുകാരി. ആദ്യമായിട്ടല്ലേ? ഉവ്വ്, സാരമില്ല കേട്ടോ, ശീലിച്ചോളും. അപ്പോഴേക്കും ഒരു പെൺകുട്ടി ഓടിക്കിതച്ച് വന്നു നിന്നു. ചുളുങ്ങിയ പച്ച നിറത്തിലുള്ള പട്ടുപാവാട, തലയിൽ നിന്ന് മുഖത്തേക്കിറങ്ങുന്ന എണ്ണ, നയനങ്ങളിൽ ഉറക്കച്ചടവും ഒപ്പം ഭയവും ഒരുപോലെ തങ്ങി നിന്നിരുന്നു. അപ്പൂപ്പൻ ശ്വാസമെടുക്കുന്നില്ല, അവൾ അറിയിച്ചു. വാ രാമൻ, നോക്കിയിട്ട് വരാം, കൂടെയുള്ളവർ പറഞ്ഞു. പാദരക്ഷകൾ ഉണ്ടാക്കിയ ഒച്ച നിശബ്ദതയെ മുറിച്ചു കൊണ്ടിരുന്നു. തലയോടിൻ്റെ ആകൃതി വ്യക്തമായി കാണാം. എല്ലുകളുടെയും ത്വക്കിൻ്റെയും ഇടയിൽ മാംസപേശികൾ ഒട്ടും തന്നെ ഇല്ലെന്ന് തോന്നും. അനുഭവമുള്ള സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം വൃദ്ധനെ ഉയർത്തിയിരുത്തി തല നേരെയാക്കി. അവൾ കൈപ്പത്തികൾ ഒരു പ്രത്യേക ആകൃതിയിൽ പിടിച്ച് വൃദ്ധൻ്റെ നെഞ്ചിൽ പിടിച്ചമർത്തി. അതങ്ങനെ ആവർത്തിക്കവേ ഒരു വാഹനം പ്രവർത്തിപ്പിച്ചു തുടങ്ങുന്ന പോലെ വലിയ ചുമച്ച് വൃദ്ധൻ വീണ്ടും ശ്വാസമെടുത്തു തുടങ്ങി. രാമൻ്റെ വിടർന്ന നയനങ്ങളെ അവൾ കൗതുകത്തോടെ നോക്കി. വീണ്ടും അവർ അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് വന്നിരുന്നു വിശ്രമിച്ചു. പിന്നെ അവരുടെ ഇടയിൽ ഒരു സംഭാഷണത്തിൻ്റെ അഭാവമുണ്ടായി. ആ മൂകത രാമൻ്റെ കൺപോളകളെ അടപ്പിച്ചു തുടങ്ങിയതും മറ്റൊരു പ്രായം ചെന്ന സ്ത്രീ വന്നു. ഫീഡ് എടുത്തു വച്ചിട്ടുണ്ട്. അവർ വീണ്ടും നടന്നു. നീണ്ട കുഴലിൻ്റെ ഒരറ്റം നാസികയിലേക്കുള്ള കൃത്രിമ കുഴലിൽ ഘടിപ്പിച്ച ശേഷം ആ ദ്രാവകം അവൾ ക്രമേണ ഒഴിച്ചു കൊടുത്തു. അളവുകോലിലെ സൂചികയിൽ ശ്രദ്ധ പതിപ്പിച്ച് അവ ഒഴുകുന്നതിനെ രാമൻ നോക്കി നിന്നു. വീണ്ടും അവർ വിശ്രമിക്കുന്നിടത്ത് വന്ന് ഇരുന്നു ഇരുവരും. കുറച്ചു നേരത്തെ ഇടവേളയ്ക്ക് ശേഷം കൂടെയുള്ള പെൺകുട്ടി ഒഴിവ് പറഞ്ഞ് പുറത്തേക്ക് പോയി. അപ്പോഴാണ് ആ മുഷിഞ്ഞ വസ്ത്രക്കാരി വീണ്ടും വന്നത്. അപ്പൂപ്പൻ്റെ വായിൽ നിന്ന് കഫം വരുന്നു, അവൾ അറിയിച്ചു. വരാൻ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ അവളുടെ പിന്നാലെ ഓടി. ആ നിമിത്തം
ഒരു അരോചകമായി അവന് തോന്നി. ആവശ്യ സാധനങ്ങളുടെ പെട്ടിയുമായി അവൻ നിലയത്തിലെ ആ അവസാനത്തെ മുറിയിലേക്ക് നടന്നു. രാത്രിയുടെ തണുത്ത കാറ്റ് ജാലകത്തിലൂടെ വീശുന്നുണ്ടായിരുന്നു. അവിടെ വൃദ്ധൻ അങ്ങനെ നിശ്ചലം കിടന്ന് വേഗത്തിൽ ശ്വസിക്കുകയായിരുന്നു. അവൻ അയാളെ ഒന്ന് വീക്ഷിച്ചു. താടിരോമങ്ങളുടെ ഇടയിൽ മുറിവുണങ്ങാത്ത ചുണ്ടുകൾ, അവയുടെ ഇടയിൽ മുറിവും കറയുമുള്ള പല്ലുകൾ, അതിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന പച്ച നിറത്തിലുള്ള ദ്രാവകം. എടാ, നിനക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നു? രാമൻ സ്വയം ശാസിച്ചു. കൈകളിൽ ഉറകൾ വലിച്ചിട്ട ശേഷം ഒരു കത്രികയിൽ പഞ്ഞി മുറുകെ പിടിച്ച് മെല്ലെ തുടച്ചു തുടങ്ങി. പക്ഷേ അത് പിടിവിടാതെ ഇരുന്നു. അഭ്യാസം ആവർത്തിച്ചിട്ടും ഫലമില്ല എന്ന് കണ്ടപ്പോൾ കത്രിക താഴെ വെച്ച് കൈകളിൽ പഞ്ഞി പിടിച്ച് തുടച്ചു തുടങ്ങിയതും കൂടെയുള്ള പെൺകുട്ടി വന്നു കഴിഞ്ഞിരുന്നു. എന്താ രാമൻ? അല്ല, കഫം വരുന്നെന്ന്. അവൾ കൈയുറകൾ വലിച്ചിട്ട ശേഷം ഒരു കൈ കൊണ്ട് വായ പിളർന്ന് മറ്റേ വിരലുകളുടെ സഹായത്തോടെ കഫം പുറത്തെടുത്തുകൊണ്ടിരുന്നു. ഇതുപോലെ ബാക്കി കൂടി എടുത്തേ. ആ നിർദ്ദേശം അനുസരിക്കാതിരിക്കാൻ രാമന് കഴിഞ്ഞിരുന്നില്ല. ഉറകളുടെ ഇടയിലൂടെ കഫത്തിൻ്റെ അംശം തൻ്റെ വിരലുകളെ സ്പർശിക്കുന്നതായി രാമന് തോന്നി. തിരിച്ചു വന്ന് വിശ്രമിക്കും മുമ്പ് രാമൻ കൈകൾ വൃത്തിയായി കഴുകി. ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ടോ. അയാളുടെ കണ്ണുകൾ അടയുന്നത് കണ്ട് കൂട്ടുകാരി നിർദ്ദേശിച്ചു. പടികളിറങ്ങുമ്പോൾ രാമൻ ഇടം വലം ഉലാത്തിക്കൊണ്ടിരുന്നു. മുറ്റത്തൂടെ നടക്കുമ്പോൾ അർദ്ധരാത്രിയുടെ തണുത്ത കാറ്റ് അയാളിലെ ഉറക്കത്തിനെ ഇക്കിളിപ്പെടുത്തിയിരുന്നു. ഡാ രാമ, വിളി കേട്ട് അയാൾ തിരിഞ്ഞു നോക്കിയതും കണ്ടത് ഒരു ബാല്യകാല സുഹൃത്തിനെയായിരുന്നു. നീയോ ഇവിടെന്താ? അവർ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞു നടന്നു. ഇരുവരും ഓരോ ചായ പറഞ്ഞ് കസേരകളിലിരുന്നു. സംഭാഷണങ്ങൾക്കിടയിൽ മുന്നിൽ കൊണ്ടുവച്ചിരുന്ന ചായയിൽ തന്നെ തുറച്ചു നോക്കിയിരിക്കെ ഒരു പച്ച ദ്രാവകത്തിൻ്റെ ദൃശ്യം രാമൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. എനിക്കിത് വേണ്ട, നീ എന്നെ കുടിച്ചു. എന്താടാ? വേണ്ട, നീ കുടി. രാമൻ വെറുതെ അങ്ങനെ ഇരുന്നു. എടാ, ഇതൊക്കെ പെൺകുട്ടികൾക്ക് പറ്റിയ പണിയാ, ഇടയ്ക്ക് വെച്ച് കൂട്ടുകാരൻ പറഞ്ഞു. അഭിപ്രായപ്പെട്ടു. ശരിയാ, രാമൻ കൂട്ടിച്ചേർത്തു. നിനക്ക് ഹെവി ലൈസൻസ് ഉണ്ടോ? എങ്കിൽ തന്നെ ആംബുലൻസ് എടുത്തിടും. ഇല്ലടാ, എനിക്കില്ല. അവൻ തിരിച്ച് കൂട്ടുകാരനോട് യാത്ര പറഞ്ഞ് തിരിച്ച് പടികൾ കയറി. അവർ പതിവായി വിശ്രമിക്കുന്ന ഇടത്തെ കസേരയിൽ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ ഒഴിവ് കണ്ടു. ആ നിലയിലെ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് അമർന്ന ഒച്ചകൾ അവ്യക്തമായി കേൾക്കാമായിരുന്നു. രാമൻ ശബ്ദസ്രോതസ്സായ ആ അവസാന മുറിയെ ലക്ഷ്യമാക്കി തിടുക്കത്തിൽ നടന്നു. ആ നിലയിലെ ആ അവസാനത്തെ മുറിക്ക് മുന്നിൽ ഒരാൾത്തിരക്ക് കാണാമായിരുന്നു.